പഠിച്ചത് പൊതുവിദ്യാലയത്തിൽ, ലഭിച്ചത് 3 കോടി രൂപയുടെ സ്കോളർഷിപ്പ്. ഇരിട്ടി വിളക്കോട് സ്വദേശിനി സങ്കീർത്തനയാണ് അമേരിക്കയിലെ ഇൻഡ്യാന യൂണിവേഴ്സിറ്റിയിലെ 3 കോടി രൂപയുടെ റിസർച്ച് സ്കോളർഷിപ്പിന് അർഹമായി നാടിന്റെ അഭിമാനമായി മാറിയത്. അമേരിക്കയിലെ ഇൻഡ്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3 കോടി 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭിച്ച സന്തോഷത്തിലാണ് ഇരിട്ടി വിളക്കോട് സ്വദേശിനി PA സങ്കീർത്തന. കെമിക്കൽ ബയോളജിയിൽ 5 വർഷത്തേക്കുള്ള റിസർച്ചിനായി സ്റ്റൈപ്പൻഡും ഇൻഷുറൻസും ഉൾപ്പെടെയാണ് ലഭിക്കുക. ഐസറിൽ നിന്ന് BS MS കോഴ്സുകൾ പൂർത്തിയാക്കിയ സങ്കീർത്തന ജപ്പാനിലെ ടോക്കിയോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിലും ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലും കിഡാസിറ്റി യൂണിവേഴ്സിറ്റിയിലും ഗവേഷണം നടത്തി. ഐസറിലെ പ്രൊഫസർ സബാവാക്കി ഗോകുലിന്റെ നേതൃത്വത്തിൽ ക്യാൻസറിന്റെ ലൈറ്റ് തെറാപ്പിക്ക് ആവശ്യമായ ഡൈകൾ നിർമ്മാണത്തിലാണ് ഗവേഷണം നടത്തിയത്. പൊതുവിദ്യാലയത്തിലാണ് ഈ കൊച്ചുമിടുക്കി പഠിച്ചതെന്നതാണ് ഈ നേട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത. തിരുവനന്തപുരത്ത് നിന്നാണ് BSMS ഡുവൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. ഞാൻ GUPS മുഴക്കുന്ന കാവുമ്പടി ഹയർ സെക്കൻഡറി സ്കൂൾ, ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് ഞാൻ ഐസറിൽ ജോയിൻ ചെയ്തത്. ഐസറിൽ 5 വർഷത്തെ കോഴ്സാണ്. ഐസറിൽ ആദ്യത്തെ 2 വർഷം നമുക്ക് ബേസിക് സയൻസ് ആണ്. അതിനുശേഷം നമുക്ക് മേജർ കോഴ്സും മൈനർ കോഴ്സും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ കെമിസ്ട്രി മേജറും ബയോളജി മൈനറും ആണ് ചൂസ് ചെയ്തത്. 5 വർഷത്തെ PhD പഠനത്തിനാണ് എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റി ചെലവും ഇൻഷുറൻസും സ്റ്റൈഫൻഡും കൂടി 5 വർഷത്തേക്ക് 3 കോടി 10 ലക്ഷം രൂപയാണ് എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. മുഴക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലാണ് സങ്കീർത്തന പ്രാഥമിക പഠനം നടത്തിയത്. ശേഷം കാവുംപടി CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പൂർത്തിയാക്കി. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 99% മാർക്കോടെ +2 പഠനവും പൂർത്തീകരിച്ചു. NIT, MBBS എന്നിവയിൽ പ്രവേശനം ലഭിച്ചെങ്കിലും ഐസറിൽ റിസർച്ച് ചെയ്യുക എന്നതായിരുന്നു സങ്കീർത്തനയുടെ സ്വപ്നം. കാവുംപടി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ PK അനിൽകുമാറിന്റെയും ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക PC സവിതയുടെയും മകളാണ് സങ്കീർത്തന. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 2 തവണ ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനവും സങ്കീർത്തന കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.